മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് എപ്പോഴും വേദിയാവുന്ന പ്രദേശമാണ് വയനാട്. ഇക്കുറി നാട്ടിലിറങ്ങിയ പുലി ഏറ്റുമുട്ടലിന് തയ്യാറായില്ല. കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ച് കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ഭൂമിയുടെ അവകാശികളെ ചൊല്ലി വീണ്ടും ഒരു ആലോചനയ്ക്ക് ഈ സംഭവം പ്രേരണയാവുന്നു. മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിലെ മറ്റു സൃഷ്ടികളെല്ലാം എന്നത് പഴയ സങ്കല്പം. മറ്റു സൃഷ്ടികൾ കൂടിയുണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നത് അംഗീകരിക്കപ്പെട്ട വാസ്തവം. പക്ഷേ മനുഷ്യന്റെ പ്രവർത്തനം പലപ്പോഴും ഈ വാസ്തവം മറന്നുകൊണ്ടുള്ളതാണ്. അതിന് ഉദാഹരണമാണിതെല്ലാം. വയനാട് മേപ്പാടിയിലെ കടൂർ ഗ്രാമത്തിലാണ് ഇക്കുറി പുലിയിറങ്ങിയത്. ഇരപിടിക്കാനുള്ള ശ്രമത്തിനിടെ കിണറ്റിൽ വീണ പുലിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരക്കെത്തിച്ച് കാട്ടിൽ തുറന്നുവിട്ടു. പുള്ളിപ്പുലികൾ ഈ പറഞ്ഞ രീതിയിൽ താമസമുള്ള ആവാസ അടുത്താണ് ഇത് ഉള്ളത്. അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ചെറിയ കുറ്റിക്കാടുകളും ഇതൊക്കെ തന്നെയാണ്. അവിടെയാണ് ഇതിന് കൂടുതലുള്ള അതിൻ്റെ ഇരകള കിട്ടുന്നത്. അത് നായയായിട്ടും അതേപോലെ ചെറിയ ആട് അങ്ങനെയുള്ളത് വരുന്നത്. അപ്പോൾ അത് അവിടുന്ന് ഒരു പുലിനെ നമ്മൾ പിടിച്ച് കൊണ്ടുപോയാൽ തന്നെയും ആ സ്ഥലത്ത് വേറൊരു പുലി വന്ന് ഓക്കുപ്പൈ ചെയ്യും. അതാണ് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ പുലിനെ സംബന്ധിച്ചുള്ള ഒരു ഇത്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാതികളേറെയാണ്. പോലീസിന് തുടങ്ങി 3-4 വർഷമായി. മാത്രമല്ല പരാതി എടുക്കാൻ ആരുമില്ല. ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു മൈൻഡ് ചെയ്ത് അഥവാ മൈൻഡ് ചെയ്ത് വന്ന് ജസ്റ്റ് വന്ന് നോക്കി പോകാനല്ലാണ്ട് ഒരുപാട് മൃഗങ്ങളെ ഈ പുലി പിടിച്ചിട്ടുണ്ട്. ഈ പുലി പിടിച്ചുകൊണ്ടാണ് പരാതിപ്പെട്ട് ലാസ്റ്റ് പരാതിപ്പെട്ടവരെ വലിയ കേസ് എടുക്കുന്ന രൂപത്തിലുള്ള നിലവുണ്ടായി. ഇവിടെ ഒരുത്തന് 4 വിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മൃഗങ്ങളെ 100 ചില്ലറ മൃഗങ്ങളെ ഏകദേശം പിടിച്ച് തിന്നു തീർത്തിട്ടുണ്ട് ഈ പുലി. ഇനിയും ഇതിന്റെ തോണ ഇനിയും ഈ കുന്നിൽ തന്നെ ഉണ്ട്. 2 പുലികൾ ഇപ്പൊ കഴിഞ്ഞ ചില വേലാഴ്ചയിൽ ഇവിടെ കണ്ട ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ നമുക്ക് അങ്ങ് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരൻ കൂടി ജീവിക്കാൻ പ്രയാസമാണ്. കാരണം പിന്നെ ആട്, പിന്നെ പശു, നായ്, ഇതൊക്കെയാണ് ഇവിടെ വീട്ടിലെ മൃഗങ്ങൾ പറയണേ. നായിനെ വളർത്തുന്നത് പറഞ്ഞാൽ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നായിനെ വളർത്തുന്നത്. ഈ പ്രദേശത്ത് ഒറ്റ നായ്ക്കളെ കാണാണ്ടാവില്ല. എവിടുന്നേലും ഒരു നായ്ക്കുട്ടനെ കൊണ്ടുവന്നാല് ഇതാണ് സ്ഥിതി. വന്യമൃഗശല്യം തടയാൻ വൈദ്യുതി വേലിയും കിടങ്ങുകളും സ്ഥാപിക്കും. ഇതിന് വനം വകുപ്പ് പോലും മുൻകൈയെടുക്കും. പക്ഷേ മൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് എത്തുന്നു എന്ന ചോദ്യം പലപ്പോഴും അഭിമുഖീകരിക്കപ്പെടാറില്ല. വന്യമൃഗങ്ങളാൽ ആകർഷകരാകുന്ന വിളകൾ ചെയ്യാതിരിക്കുക. പിന്നെ അഥവാ ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് കൂട്ടായിട്ട് തന്നെ പരിശ്രമിക്കണം. നമുക്ക് വനംവകുപ്പിനെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നിലനിൽപ്പ് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം അറിഞ്ഞ് പെരുമാറുക, പാരമ്പര്യ രീതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തുക. രാത്രി പിന്നെ വാഹനങ്ങൾ വരുമ്പോൾ, കടകളൊക്കെ അടച്ച് വാഹനങ്ങൾ വരുമ്പോൾ വാഹനത്തിന്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യാറുണ്ട് സാധനങ്ങൾ. പക്ഷെ ആരും ഉപദ്രവിച്ചിട്ടൊന്നും, ജനങ്ങൾക്ക് ഉപദ്രവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മൃഗങ്ങളെ പിടിക്കാന്നല്ലാണ്ട് വേറൊന്നും ജനങ്ങളെ കൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. വനങ്ങളുടെ വിസ്തൃതി കുറയുന്നുവെന്നത് തന്നെയാണ് നാട്ടിലേക്കുള്ള മൃഗങ്ങളുടെ യാത്രയ്ക്ക് പ്രധാന കാരണം. ഒരു കാലത്ത് വനമായിരുന്ന പ്രദേശം കയ്യേറി കൃഷിയിറക്കുമ്പോൾ ഭൂമിയുടെ നേരവകാശികളുടെ സ്വത്തിൽ അധിനിവേശം നടത്തുകയാണെന്ന് മനുഷ്യർ ഓർക്കാറില്ല. അന്നത്തെ ചുറ്റുപാട് ഫോറസ്റ്റിൽ ലീസിന് നൽകുന്നുവെന്ന് പറഞ്ഞപ്പോൾ വലിയ കാര്യമായി കണ്ട് 40കളിലാണ് ഏറ്റവും കൂടിയ ലീസ് ഇവിടെ ഉണ്ടായത്. 1888 മുതലുള്ള ലീസുണ്ട് ഇവിടെ. 1888 എന്ന് പറയുന്നത് കുറിച്യാട് എന്ന ഭാഗത്ത് ഇവിടുത്തെ ആദിവാസികളെ ചെട്ടിമാരെയും മറ്റുള്ള ആളുകളെ അവിടെ കയറ്റി താമസിപ്പിക്കുന്നതിന് പ്രേരണ നൽകിയത് ഫോറസ്റ്റുകാരാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് പരിഹാരം പുനരധിവാസം മാത്രമാണ്. മൃഗങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളിൽ ജനങ്ങൾ അങ്ങോട്ട് കയറി കൃഷി ഉണ്ടാക്കുകയും അതുപോലെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന മേഖലകളിൽ അതൊരു ശല്യമായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്.
പ്രത്യേകിച്ച് ഈ വയനാട് പോലുള്ള മേഖലകളിലൊക്കെ ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഒന്ന്, പാരമ്പര്യമായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളുകൾ, അവർക്ക് കൃഷിനാശം ഇതുവരെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതേസമയം ഇവിടെ അല്ലാത്ത വെളിയിൽ നിന്ന് വന്ന് താമസിച്ച് പലതരത്തിലുള്ള കൃഷി ചെയ്ത ആളുകൾക്ക് ഇതൊരു വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. കച്ചവടലാക്കോടുകൂടി വന്ന് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, അതിനകത്ത് ചെറിയൊരു നഷ്ടം പോലും സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാനസികതയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണത് വന്യമൃഗങ്ങൾ ചെറിയൊരളവിൽ കൃഷിനാശം ചെയ്താൽ പോലും വലിയൊരു പ്രശ്നമായിട്ട് അത് സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ആദിവാസി മേഖലകളിൽ പലപ്പോഴും നമുക്ക് സുൽത്താൻ ബത്തേരിയിലെ കാട്ടുനായ്ക്ക കോളനികളൊക്കെ പോയ സമയത്ത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അവിടെ 3 ദിവസം മറ്റും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പോലും മൃഗങ്ങൾ അവരുടെ കൃഷിസ്ഥലത്തൂടെ നടന്നു പോയിട്ട് പോലും അവർക്കൊരു മൃഗങ്ങളൊരു ശല്യമായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതേസമയം വല്ലപ്പോഴും കാടിറങ്ങുന്ന ജീവികൾ കൃഷി ചെറിയ തോതിൽ നശിപ്പിച്ചാൽ പോലും വലിയ കൃഷിനാശമായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് മറ്റുള്ളവർ കാണുന്നു. കാട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാരം ആ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതൊന്ന് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. വനങ്ങൾക്കുള്ളിൽ കഞ്ചാവ് കൃഷിയും വാറ്റും നടത്തുന്നവരും മൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്രയുടെ ആവൃത്തി കൂട്ടുന്നു. ഇത് തടയാൻ നടപടി സ്വീകരിക്കാനാവാത്തവരാണ് വൈദ്യുതി വേലി കെട്ടി സുരക്ഷ ഉറപ്പാക്കുന്നത്. പലപ്പോഴും അത് ദുരന്തങ്ങൾക്ക് കാരണമാവാറുമുണ്ട്. വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പറഞ്ഞേക്കും കമ്പി വേലിയിട്ടു, ട്രെഞ്ച് കോരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും ശാശ്വത പരിഹാരമല്ല. ട്രെഞ്ച് കോരിയാൽ അതാത് സ്ഥലത്ത് ആന കിടക്കാതിരിക്കാനുള്ള ഏർപ്പാടെന്ന് പറയുന്നു. അതുപോലും അതിജീവിക്കുന്നുണ്ടെന്നാണ് ട്രെഞ്ച് കോരിയിടും മറ്റുള്ള നിലയിൽ പറയുന്നത്. കമ്പി വേലി തീരെ പറ്റില്ല. മരം തള്ളിയിട്ട് ആന അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കാടിനും അതുപോലെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കും ഇണങ്ങിയ രീതിക്കുള്ള ജീവിത രീതിയും കൃഷി രീതിയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഇതിൻ്റെ കൃഷിനാശം വളരെ കുറവാണ്. അപ്പം ഈ കാടിന് യോജിക്കാത്തതും അല്ലെങ്കിൽ ആ പ്രദേശത്തിന് യോജിക്കാത്തതുമായിട്ടുള്ള വിളകളും അതുപോലെ മറ്റു മൃഗങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൃഗങ്ങൾ ആ പ്രദേശത്തേക്ക് തേടി വരുന്ന ഒരവസ്ഥയുണ്ട്. മറ്റൊന്ന്, വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ വാറ്റ് മിക്ക സ്ഥലങ്ങളിലും വനപ്രദേശങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം വാറ്റ് ഒരിക്കൽ ഇത് കുടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനകൾ ആ പ്രദേശം വിട്ടു പോവില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വാഷ് കുടിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ വലിയ സാമൂഹിക പ്രശ്നമായിട്ട് പിന്നീട് മാറുന്നത്. സ്വന്തം ഭൂമിയെന്ന് കരുതി നാട്ടിലെത്തിപ്പെടുന്ന മൃഗങ്ങൾ കൊടും ക്രൂരതയ്ക്കിരയാവുന്നതും കുറവല്ല. 1.5 വർഷം മുമ്പ് വയനാട്ടിൽ കണ്ടത് ഇതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ സുരക്ഷിതമായി പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുമില്ല. 3 വെറ്ററിനറി സർജൻമാർ മാത്രമാണ് വനം വകുപ്പിന് കീഴിലുള്ളത്. മൃഗങ്ങളിൽ പ്രയോഗിക്കാനുള്ള മയക്കുമരുന്ന് പലയിടത്തുമില്ല. 1.5 വർഷം മുമ്പ് വയനാട്ടിൽ പുലിയെ ജനം തല്ലിക്കൊല്ലാനിടയായ സംഭവത്തിന് ശേഷവും ഇത്തരം സംഗതികൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടായിട്ടില്ല. ജനങ്ങളൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. കാരണം ചില ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഇത് പൂർണ്ണമായിട്ടും ഇതാക്കാൻ കഴിയില്ല. ഈ വരുന്ന ആൾനാശം വരുമ്പോഴൊക്കെ ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധമാകലുണ്ട്. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾക്കിത് ഈ ഇത്തരത്തിലുള്ള ചെറിയ ആൾക്കാരായിരിക്കും, 10 സെൻറ്റോ അല്ലെങ്കിൽ 15 സെൻറ്റോ സ്ഥലത്തായിരിക്കും അവരെ കൃഷി ഉണ്ടാവുക. ആന വരുന്ന നശിപ്പിക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവർക്ക് വരുന്നത് വലിയ നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ചെറിയ നഷ്ടപരിഹാരമാണ്. അതാണ് ഇത്തരത്തിലുള്ള ജനങ്ങളെ വളരെ പ്രകോപിതരാക്കാനുള്ള ഒരു കാരണം. മേപ്പാടിയിൽ കിണറ്റിൽ വീണ പുലിയെ 12 മണിക്കൂറോളം കഴിഞ്ഞാണ് പുറത്തെടുക്കാനായത്. കോഴിക്കോട്ട് നിന്ന് മയക്കുമരുന്നെത്താൻ വൈകിയതായിരുന്നു കാരണം. കിണറ്റിൽ വെള്ളം കൂടുതലുണ്ടായിരുന്നെങ്കിൽ മയക്കുമരുന്നെത്താൻ പുലിയുടെ ജീവൻ കാത്തുനിൽക്കില്ലായിരുന്നു. വാസ്തവത്തിന്റെ ഇലക്കം ഇവിടെ പൂർത്തിയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.